നമസ്കാരം. എല്ലാ കുറ്റകൃത്യങ്ങളും ഒരു തെളിവ് സ്വയം പേറുമെന്നാണ് ഇൻവെസ്റ്റിഗേഷൻ തിയറിയുടെ അടിസ്ഥാനം. കാലം എത്ര കഴിഞ്ഞാലും അതങ്ങനെ കിടക്കും. ഒരിക്കൽ അത് മറനീക്കി തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വന്ന കേസുകൾ എണ്ണിയാൽ തീരില്ല. എങ്കിലും ചിലത് അങ്ങേയറ്റം അത്ഭുതമുണ്ടാക്കും. നീണ്ട 6 വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു കേസിന് അത് കരുതിയതിൽ നിന്നും മറ്റൊരു മാനം കൈവരുന്നതെങ്കിൽ, ഒരു മാരകമായ ട്വിസ്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ, അത് അപൂർവങ്ങളിൽ അപൂർവം തന്നെ. കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റിലിൽ നിന്നും കാണാതായ വിജിൽ എന്ന ചെറുപ്പക്കാരന്റെ വിധി സമാനതകളില്ലാത്തതാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ഒരു കുറ്റകൃത്യത്തിന്റെ കാണാമറയത്തെ തെളിവ് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെട്ടത് നാടിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റിൽ ചുങ്കം സ്വദേശി KT വിജിൽ എന്ന ചെറുപ്പക്കാരനെ ഒരു ദിവസം കാണാതാകുന്നു. പ്രായം 29 വയസ്സ്. വേലത്തിപ്പടിക്കൽ വീട്ടിൽ നിന്നും രാവിലെ ആഹാരം കഴിച്ചിറങ്ങിയതാണ്. പക്ഷേ ഉച്ചഭക്ഷണത്തിന് എത്തിയില്ല. മാർച്ച് 24, 2019 അന്ന് രാവിലെ പ്രഭാത ഭക്ഷണശേഷം വിജിൽ വീട്ടിൽ തന്നെ കുറച്ചുനേരം വിശ്രമിച്ചു. 11 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വിജിലിന് സ്വന്തമായുള്ള ബൈക്കിലായിരുന്നു യാത്ര. അടുത്ത കുറേ സുഹൃത്തുക്കളുണ്ട് വിജിലിന്. അവരെ തേടിയാണ് യാത്ര എന്ന ഉറപ്പിലായിരുന്നു അമ്മ. സാധാരണ വൈകിയാണെങ്കിലും ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്താറുണ്ട്. അന്നും തിരിച്ചുവരും എന്ന് തന്നെയാണ് പറഞ്ഞത്. വിജിൽ പിന്നെ വന്നതേയില്ല. ഞായറാഴ്ച രാവിലെ 9 വയ്ക്കുന്നത് ഇവിടുന്ന് വണ്ടിയെടുത്ത് അതിന് ഒരു ഈങ്ങ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടത്. സാധാരണ എപ്പോഴേക്കും പോകുകയാണെങ്കിലൊക്കെ നല്ലതൊക്കെ അല്ലേ, അതൊന്നുമില്ല, ബാഗില്ല. വണ്ടി ദിവസം മുന്നോട്ട് പോയിട്ട് ബാഗ് ഇവിടെ അടുപ്പിച്ച് വരച്ച് ബാഗ്. അപ്പം അച്ഛാ ഹെൽമെറ്റും കത്തുവളിന്നാണ്. അപ്പോൾ ഞാൻ പറയും കൂട്ടാ പോണത്, ഞാൻ അപ്പം വരാം. അമ്മയോടും പറഞ്ഞ എപ്പോൾ വരാനിട്ടാ പോയത്. അപ്പോൾ ഒക്കെ പോയതാ. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ക്ലോക്കിൽ 9:20 ഏപ്രിൽ 4, 2019 വിജിലിന്റെ പിതാവ് വിജയൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. അതിനോടകം പല ഊഹങ്ങളും നാട്ടിൽ പ്രചരിച്ചു തുടങ്ങി. ഒരു പെൺകുട്ടിയുമായി വിജയന് അടുപ്പമുണ്ടായിരുന്നു എന്നതായിരുന്നു അതിലൊന്ന്. വിജിൽ ഒരുപക്ഷെ അവൾക്കൊപ്പം നാടുവിട്ടതാകാം. ആദ്യം പരന്ന ഊഹം പിന്നെ ഉറപ്പുള്ള ഒരു കഥയായി മാറി. 3-ാം ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ ആളെ അല്ലെങ്കിൽ പറഞ്ഞ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു സ്നേഹിതന്മാരാണ്. അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ അവിടെ പോയി ചോദിച്ച് എന്നെ കണ്ടില്ലോ. 3-4 ദിവസം ഇവിടെ വന്നിരുന്ന് പിന്നെ കണ്ടില്ല. പിന്നെ വേറെ ആൾ പറഞ്ഞ് ആ എരഞ്ഞിപ്പാലം ബസാറിൽ ഉള്ള ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞ ആളെ വീടിൻ്റെ മുമ്പിൽ കണ്ടിരുന്നു പറഞ്ഞു. ഉടനെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വന്നു നോക്കി. ആളെ പറഞ്ഞു ഇവിടെ ഒന്നും വന്നില്ല. വിജിലിനെ കാണാതായ അന്ന് തന്നെ സുഹൃത്തുക്കളോടാണ് ആദ്യം മാതാപിതാക്കൾ അന്വേഷണം നടത്തിയത്. എന്നാൽ അവരിൽ നിന്നും കാര്യമായ ഒരു വിവരവും മാതാപിതാക്കൾക്ക് കിട്ടിയില്ല. അവർ നൽകിയ വിവരങ്ങളൊക്കെ വിരൽ ചൂണ്ടിയത് ആ അജ്ഞാത പെൺകുട്ടിയിലേക്കായിരുന്നു. പരാതി ലഭിച്ച പോലീസും ആദ്യം വിവരശേഖരണം നടത്തിയത് സുഹൃത്തുക്കളിൽ നിന്നായിരുന്നു. ഒറ്റയ്ക്കും ഒരുമിച്ചുമിരുത്തി ചോദ്യം ചെയ്തു. എന്നാൽ പരസ്പര വിരുദ്ധമായി ഒന്നും ലഭിച്ചില്ല. എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നത് ഒരേ വിവരം മാത്രമായിരുന്നു. അന്വേഷണം വഴിമുട്ടി. ഞാനിപ്പോൾ 7 മാസമായി ഈ സ്റ്റേഷനിൽ വന്നിട്ട് SHO ആയിട്ട് ചാർജ് എടുത്തിട്ട്. അപ്പോൾ എൻ്റെ കമ്മീഷണർ നാരായണ സാറാണ് എനിക്ക് ഈ ഫയൽ അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം എന്നെ വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു ഇതൊരു മർഡർ ആംഗിളിൽ ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞു, റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിജിൽ ട്രെയിൻ കയറിപ്പോയതായി ഒരു സുഹൃത്തിന് വിവരം ലഭിച്ച കാര്യം അയാൾ മാതാപിതാക്കളെ അറിയിച്ചു. ഏതു സ്ഥലത്തേക്കാണ് പോയത് എന്നറിയില്ല. ഒപ്പം ഒരു പെൺകുട്ടി ഉള്ളതായാണ് വിവരമെന്നും കൂട്ടിച്ചേർത്തു. മകൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവരും മെല്ലെ ആ കഥ വിശ്വസിക്കാൻ തുടങ്ങി. നാട്ടുകാർ കുറെ കാലം കൂടി അക്കഥ വിശ്വസിച്ചില്ല. പിന്നീട് കാലക്രമത്തിൽ അവർക്കും മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നാലും സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നാൽ കുളിച്ച്
അമ്മ അയക്കുന്നു, അങ്ങനെ ചോറും തിന്നും കത്തി കിടക്കുക ചെയ്യുക. അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ച പോലീസ് പിന്നെ തിരിഞ്ഞത് ഫോൺ രേഖകളിലേക്കായിരുന്നു. മാർച്ച് 24, 2019 വിജിൽ വിജയൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായ ആ ദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ വിജിലിന്റെ ഫോൺ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 3 മണിയോടെ ഫോൺ ഓഫായതായി രേഖകൾ കണ്ടു. മാർച്ച് 25, 2019 വിജിലിനെ കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം കോഴിക്കോട് നഗരത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഫോൺ പ്രവർത്തിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. അധിക നേരം ഫോൺ ഓണായിരുന്നില്ല, വീണ്ടും സ്വിച്ച് ഓഫ്. വിജിൽ കേസിൽ നാടകീയമായ നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഫോൺ സ്വിച്ച് ഓഫ് ആയതും തൊട്ടടുത്ത ദിവസം വീണ്ടും ഓണായതും പിന്നെയും ഓഫായതും അന്വേഷണത്തിന്റെ ഗതിയെ മാറ്റി. വിജിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന അനുമാനത്തിലായി പിന്നീടുള്ള അന്വേഷണം. പോലീസ് നിഗമനം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: ഒന്നുകിൽ വിജിൽ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ യാത്രക്കിടയിൽ വിജിലിന്റെ കയ്യിൽ നിന്നും ഫോൺ നഷ്ടപ്പെട്ടത് മറ്റാർക്കോ ലഭിച്ചിരിക്കണം. മാത്രമല്ല, വിജിലിന്റെ യാത്രാ വഴികൾ സുഹൃത്തുക്കൾക്ക് അറിയാം എന്നൊരു ഊഹം അപ്പോഴും പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നാളുകൾ കൂടി സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിൽ നിന്നും പോലീസ് പിന്നോട്ടു പോയില്ല. ഫലമില്ലാതെ വന്നതോടെ അന്വേഷകരും തളർന്നു. നിരന്തരമായിട്ട് എനിക്ക് മുമ്പ് ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ കേസ് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ ജാഗ്രതയോടെയും കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് അന്വേഷണം നടത്തിയതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായത്. വഴിമുട്ടിയ അന്വേഷണം നീണ്ട 5 വർഷങ്ങളിൽ ഫയലിലുറങ്ങി. തീർപ്പാകാതെ കിടക്കുന്ന മിസ്സിംഗ് കേസുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് 2019 വിജിൽ തിരോധാനവും റീഓപ്പൺ ആകുന്നത്. കോഴിക്കോട് കമ്മീഷണർ ടി നാരായണൻ കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. KR രഞ്ജിത്ത് എന്ന എലത്തൂർ ഇൻസ്പെക്ടർക്കായിരുന്നു അന്വേഷണത്തിന്റെ ചുമതല. ആദ്യം മുതലേ സുഹൃത്തുക്കളെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം. ദീപേഷ്, രഞ്ജിത്ത്, നിഖിൽ എന്നീ സുഹൃത്തുക്കളെ വീണ്ടും പോലീസ് സമീപിച്ചു. ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തി. സിവിൽ പോലീസ് ഓഫീസർ വൈശാഖ് പഴയ മൊഴിയുമായി പുതിയത് ഒത്തുനോക്കി. ആറു വർഷങ്ങളുടെ ഇടവേള. 2019 2025 ഇടയിലെ 6 വർഷങ്ങളുടെ ഇടവേളയുടെ ഓർമ്മപ്പിഴവിലാണോ എന്നറിയില്ല. സുഹൃത്തുക്കളുടെ മൊഴിയിൽ വളരെ നേരിയ ഒരു വ്യത്യാസം. സാരമില്ലാത്ത അത്ര നേരിയ വിരുദ്ധമൊഴി നൽകിയത് നിഖിലും ദീപേഷുമായിരുന്നു. മൊഴിയിലെ ആ വിടവ് നിസ്സാരമായി വിടേണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. SI PK സുരേഷ്, ഏലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ വൈശാഖ് എന്നിവർ ഒത്തുകൂടി. മൊഴിയിലെ വൈരുദ്ധ്യം വെറുതെ തള്ളിക്കളയേണ്ട, അന്വേഷിച്ചു വരാൻ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖിന് നിർദ്ദേശം നൽകി. ഇതിൽ ഒന്നാം പ്രതി ബാംഗ്ലൂരിൽ അദ്ദേഹം ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം കൺഫെഷൻ നടത്തി. തുടർന്ന് രണ്ടാം പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കൺഫെഷൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. മൂന്ന് സുഹൃത്തുക്കളെയും വൈശാഖ് ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. 6 വർഷങ്ങൾക്ക് മുൻപേയുള്ള ആ ദിവസത്തെ ഒന്നുകൂടി മനസ്സിൽ കണ്ടു. നിരന്തരമായ അന്വേഷണം. മൊഴിയിലെ വൈരുദ്ധ്യമായിരുന്നു വൈശാഖിന്റെ അന്വേഷണ ലക്ഷ്യം. പക്ഷേ ആദ്യ അന്വേഷണം കാണാതാകുമ്പോൾ സുഹൃത്തുക്കൾ വിജിലിനൊപ്പം ഉണ്ടായിരുന്നോ എന്നതായിരുന്നു. ദീപേഷ്, രഞ്ജിത്ത്, നിഖിൽ എന്നിവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇവരെ കൂടാതെ മറ്റു ചില സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തു. സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി. എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനമായി. കോഴിക്കോട് വാഴാത്തിരുത്തി കുളങ്കരക്കണ്ടി മീത്തൽ KK നിഖിൽ കാണാതാകുമ്പോൾ വിജിലിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസിന് ഉറപ്പിക്കാനായ 3 സുഹൃത്തുക്കളിൽ ഒരാൾ. ബംഗളൂരുവിലെത്തിയാണ് നിഖിലിനെ ഏലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് ചോദ്യം ചെയ്തത്. കുറ്റസമ്മതം നടത്തുക മാത്രമായിരുന്നു നിഖിലിനു മുന്നിലെ പോംവഴി. ഇപ്പോൾ ഞങ്ങളിത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് മർഡർ എന്ന് പറഞ്ഞുള്ള സെക്ഷനിലാണ്.
കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ആംഗിൾ വരുവാണെങ്കിൽ അത് സെക്ഷൻ ആൾട്ടർ ചെയ്യും. വേങ്ങേരി തടമ്പാട്ടുതാഴം ചെന്നിയാംപൊയിൽ ദീപേഷ്. നിഖിലിന്റെ കുറ്റസമ്മതം മതിയായിരുന്നു പോലീസിന് ദീപേഷിനെ കസ്റ്റഡിയിലെടുക്കാൻ. പിന്നാലെ തെലങ്കാനയിൽ നിന്ന് രഞ്ജിത്തും പോലീസ് വലയിലായി. വിജിൽ കേസിൽ പ്രതികൾ നടത്തിയ കുറ്റസമ്മത മൊഴി കേന്ദ്രീകരിച്ചായി പിന്നീടുള്ള അന്വേഷണം. എന്തായിരുന്നു ഇവരുടെ കുറ്റസമ്മതം? വിജിൽ എവിടെ? കോഴിക്കോട് നഗരത്തെ വിറപ്പിച്ച മണിക്കൂറുകളായിരുന്നു പിന്നീട്. അന്വേഷണത്തിന്റെ വേറിട്ട വഴികൾ, നഗരം അതുവരെ കാണാത്ത കാഴ്ചകൾ, മണ്ണിൽ ആഴങ്ങളിൽ നിന്നും ഉയർന്നുവന്ന തെളിവുകൾ. വിജിൽ എവിടെയെന്നതായിരുന്നു പോലീസ് മൂവരോടും അന്വേഷിച്ചത്. അവരുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. സുഹൃത്തുക്കൾ എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. കോഴിക്കോട് നഗരത്തിൽ സരോവരം ബയോപാർക്കിന് സമീപത്തെ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തായിരുന്നു സുഹൃത്തുക്കൾ തമ്പടിച്ച് ലഹരി ഉപയോഗിച്ചിരുന്നത്. മാർച്ച് 24, 2019 വിജിലിനെ കാണാതായ ദിവസം സംഭവിച്ചതെന്തെന്ന് സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി. അതിങ്ങനെയാണ്. അന്ന് ഉച്ചയോടെ സുഹൃത്തുക്കളെല്ലാവരും നന്നായി ലഹരി ഉപയോഗിച്ചു. ബ്രൗൺ ഷുഗറാണ് ഇവർ ഉപയോഗിക്കുന്നത്. കൂട്ടത്തിൽ വിജിൽ കുറച്ചധികം ലഹരിമരുന്ന് ഉപയോഗിച്ച് ബോധരഹിതനായി എന്നാണ് സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ. ബോധം നഷ്ടപ്പെട്ട സുഹൃത്തിനെ ഉപേക്ഷിച്ചു പോകാൻ തന്നെ മറ്റുള്ളവർ തീരുമാനിച്ചു. ബോധം വരുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്ന് കരുതി. എന്നാൽ പിറ്റേ ദിവസം അവിടെ എത്തിയപ്പോൾ വിജിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്നും അവർ മൊഴി നൽകി. തങ്ങൾ കുടുങ്ങുമെന്ന ഭീതിയിൽ അവർ പുതിയ തീരുമാനമെടുത്തു. മൃതദേഹം ആരുമറിയാതെ മറവു ചെയ്യുക. ചെളിയും കാടും നിറഞ്ഞ തൊട്ടടുത്ത ഒരു ചതുപ്പിൽ വിജിലിന്റെ ചേതനേറ്റ ശരീരം കല്ലുകെട്ടി താഴ്ത്തി. ബൈക്കും ഫോണും അവിടെ ഉണ്ടായിരുന്നു. അത് തെളിവാകുമെന്ന് ഭയന്ന് അതും മാറ്റാൻ തീരുമാനിച്ചു. വിജിലിന്റെ ബൈക്കും മൊബൈലും റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിച്ചു. ബൈക്ക് കണ്ടുകിട്ടിയാലും വിജിൽ നാടുവിട്ടുപോയെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനാണ് തങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് അവർ പോലീസിനോട് വെളിപ്പെടുത്തി. പോലീസുകാരൻ പറഞ്ഞു വെച്ചാൽ ആദ്യം ചോദിച്ചാൽ പറഞ്ഞതാണല്ലേ, പിന്നെ ഞങ്ങളെല്ലാവരും കുത്തിച്ച് പിന്നെ ഓവറാണെന്നാക്കി തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ എണീച്ച്, ഞങ്ങൾ മൂന്നാൾ എണീച്ച്, ഇവ എണീക്കുന്നില്ല എന്ന്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഇനി എണീച്ചോളും, കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചോളും, നമ്മൾ പോകാൻ ഇവർ മൂന്നാളും പോയല്ലേ. പോയിട്ട് ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഒരു വന്നു നോക്കുമ്പോൾ കിടക്കില്ല. അപ്പോൾ ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് ഒരു പറയുന്നത്. 2025 ഓഗസ്റ്റ് അവസാന വാരം കോഴിക്കോട് സരോവരം ബയോളജിക്കൽ പാർക്ക് പരിസരത്തെ ചതുപ്പിൽ പോലീസ് പരിശോധന ആരംഭിച്ചു. പലതവണ മുങ്ങിത്തപ്പിയിട്ടും ആദ്യം മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. എന്നാൽ മണ്ണുമാന്തി ചെളിയിൽ താഴ്ന്നു. സെപ്റ്റംബർ 8, 2025 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പിന്നീട് നടത്തിയ തെരച്ചിൽ പ്രതീക്ഷ നൽകി. തെരച്ചിലിന്റെ 3-ാം ദിവസം ആദ്യം ലഭിച്ചത് വിജിലന്റേതെന്ന് കരുതുന്ന ഷൂസ് ആയിരുന്നു. 53 കഷണം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത് തെരച്ചിലിന്റെ 5-ാം ദിനം. ഞങ്ങൾ 7 ദിവസം ഈ ഭാഗത്താണ് തെരച്ചിൽ നടത്തിയത്. കാരണം പ്രതികൾ 2 ആളുകളും ചൂണ്ടിക്കാണിച്ചു തന്ന സ്ഥലം ഇതാണ്. ഇന്ന് ഞങ്ങൾ എന്താ ചെയ്ത് കിട്ടിയാൽ മതിയാവുള്ളൂ എന്നുള്ളത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ 2 കല്ല് കണ്ട്. ആ കല്ല് കണ്ട് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ആ കല്ലെടുത്ത് നോക്കിയപ്പോൾ ആ കല്ല് ചെറിയ കല്ലാണ്, അതുമായിട്ട് ബന്ധമുള്ളതല്ല. ഇന്ന് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് അപ്പുറത്ത് കിഴക്ക് ഭാഗത്തായിട്ട് വലിയ കായൽ ചെടികളും അതോടൊപ്പം തന്നെ വലിയ സീമക്കൊന്നി, അത് ഞങ്ങൾ ഇന്ന് രാവിലെ ഫയർഫോഴ്സിൻ്റെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് വെട്ടിമാറ്റി, വലിയ ശിഖരങ്ങൾ വെട്ടിമാറ്റി ഇന്നലെ ശേഷം അതിൻ്റെ താഴെയാണ് ഞങ്ങൾ ഇന്ന് തെരച്ചിൽ നടത്തിയത്. നഗരം അതുവരെ കാണാത്ത ദൃശ്യങ്ങൾ. വാഹനങ്ങളും ആളുകളും ചതുപ്പിൽ ആഴ്ന്നു പോകാതിരിക്കാൻ പ്രദേശത്ത് മണൽച്ചാക്കുകൾ നിറച്ചു. താൽക്കാലിക റോഡുണ്ടാക്കി. വെള്ളം വറ്റിച്ചു. JCB ഉപയോഗിച്ച് ചെളി നീക്കി. പരിശീലനം നേടിയ 2 പോലീസ് നായ്ക്കൾ. സമാനതകളില്ലാത്ത അന്വേഷണം. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകൾ പ്ലാസ്റ്റിക് കയർ ബന്ധിച്ച നിലയിൽ കണ്ടെത്തി. ഈ കല്ലുകളുടെ അടിയിലായിരുന്നു അസ്ഥിഭാഗങ്ങൾ. വസ്ത്രങ്ങളിലെ കമ്പനിയുടെ സ്റ്റിക്കർ ഉൾപ്പെട്ട ഭാഗം, കട്ടിയുള്ള തുണി കൊണ്ടുള്ള ഒരു ബെൽറ്റ് എന്നിവയും തെരച്ചിലിൽ ലഭിച്ചു.
ആഴങ്ങളിൽ നിന്ന് ചെളിക്കയത്തിൽ നിന്ന് തെളിവുകൾ ഓരോന്നായി പുറത്തുവന്നു. അന്വേഷണവും തെളിവ് ശേഖരണവും തൃപ്തികരമെന്നാണ് പോലീസ് കരുതുന്നത്. ലഭിച്ച തെളിവുകൾ നിർണായകമാകുമെന്ന് പോലീസിന് വിശ്വാസവുമുണ്ട്. കോടതിയിൽ തെളിവുകൾ സംസാരിക്കും. അറസ്റ്റിലായവരുടെ മൊഴികളിൽ നിന്നാണ് തെളിവുകളെല്ലാം ലഭിച്ചത്. ഓഗസ്റ്റ് 26, 2025 വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 2025 സെപ്റ്റംബർ പല ദിവസങ്ങളിലായി പോലീസ് നടത്തിയ തെരച്ചിലിൽ മനുഷ്യ അസ്ഥികളുടെ ഭാഗങ്ങളും പല്ലുകളും വാരിയെല്ലുകളും ലഭിച്ചു. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച വെട്ടുകല്ലുകളും പ്ലാസ്റ്റിക് കയറുകളും പ്രധാന തെളിവുകളാണ്. സെപ്റ്റംബർ 2025 തെരച്ചിലിൽ ലഭിച്ച അസ്ഥിഭാഗങ്ങൾ വിജിലിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി DNA പരിശോധനയ്ക്ക് അയച്ചു. ആ ഫലം നിർണായകമാകും. 26 സെപ്റ്റംബർ 2025 DNA ഫലം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടി കോടതിയിൽ പോലീസ് ഹർജി നൽകുമെന്ന് തീരുമാനിച്ചു. അന്വേഷണം സമാനതകളില്ലാത്തതായിരുന്നു. നഗരം അതുവരെ കാണാത്ത സന്നാഹങ്ങൾ. 6 വർഷത്തെ അതൊന്നും തടസ്സമാവില്ല, കുറ്റവാളികളുടെ ശിക്ഷയെ ബാധിച്ചേക്കില്ല എന്നാണ് കരുതുന്നത്. സാഹചര്യ തെളിവുകൾ, കുറ്റസമ്മതം, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, കുറ്റവാളികളായ സുഹൃത്തുക്കളുടെ മൊഴി കണക്കിലെടുത്താൽ മയക്കുമരുന്നാണ് വിജിലിനെ ഇല്ലാതാക്കിയതും മറ്റുള്ളവരുടെ ജീവിതം അഴിക്കുള്ളിലാക്കിയതും. തിരുത്തി ജീവിക്കാനുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ ശിക്ഷാവിധികളൊക്കെ. കുറ്റവും ശിക്ഷയും ഇനി നാളെ. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.